അവളുടെ ചുവന്ന അധരങ്ങൾ നുണഞ്ഞുകൊണ്ട് അവൻ തൻ്റെ ആവേശവും കൊതിയുമെല്ലാം അവളിൽ ആസ്വദിച്ചു തീർക്കുമ്പോൾ നയനയുടെ കണ്ണുകൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള നാണത്തോടെ തൻ്റെ ദേഹത്തു നിന്നും അവനെ അടർത്തി മാറ്റിക്കൊണ്ട് അവൾ വീണ്ടും തിരിഞ്ഞു കിടക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ശ്രീകാന്ത് അവളെ ഒന്നുകൂടി ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു കിടത്തി. എന്താ പെണ്ണെ, വർഷം ഒന്നായിട്ടും നിന്റെ നാണം ഇതുവരെ മാറിയില്ലേ? അത് കേട്ടയുടനെ ഒരു പുഞ്ചിരിയോടെ അവൾ അവൻ്റെ കൈകൾ തൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ച് സ്നേഹത്തോടെ അവനിലേക്ക് തന്നെ ഒന്നുകൂടി ചുരുണ്ടു. പതിയെ മിഴികൾ അടച്ചു. രാവിലെ ഉണർന്നതും നയന വേഗം എഴുന്നേറ്റ് ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു. ശ്രീകാന്തും നയനയും ഒരുമിച്ച് ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ്. പോകുന്നതും വരുന്നതും എല്ലാം അവർ ഒന്നിച്ചായിരുന്നു. അതിലുപരി അവർ പരസ്പരം പ്രണയിച്ച് വിവാഹം ചെയ്തവരുമായിരുന്നു. ആ സ്നേഹവും പ്രണയവുമെല്ലാം ഒന്നിച്ചിട്ട് ഇന്നേക്ക് വർഷം 1 കഴിഞ്ഞിരിക്കുന്നു. സാധാരണഗതിയിൽ വിവാഹം കഴിഞ്ഞ് 4 മാസം പിന്നിടുമ്പോഴേക്കും ആളുകളും ബന്ധുക്കളുമെല്ലാം ചോദിക്കുന്ന ഒരു പതിവ് ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ കൂടി വേണ്ടിയാണ് സ്വന്തം വീട്ടുകാരിൽ നിന്നും അകലം പാലിച്ചവർ ഓഫീസിനടുത്തെ ഫ്ലാറ്റിൽ തന്നെ താമസിക്കാൻ ഒരുങ്ങിയത്. 2-3 വർഷത്തേക്ക് തങ്ങളുടെ ലൈഫിൽ കുഞ്ഞുങ്ങളൊന്നും വേണ്ട എന്ന് തീരുമാനമെടുത്തത് അവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. ശ്രീകാന്തിൻ്റെയും നയനയുടെയും വീട്ടിലേക്ക് ഇടയ്ക്കും മുറയ്ക്കും പോയി സുഖവിവരങ്ങളെല്ലാം അന്വേഷിക്കുമ്പോഴും 2 കുടുംബങ്ങളുടെയും പരാതിയും പരിഭവവും എല്ലാം ഒന്നു മാത്രമായിരുന്നു: ഇനി എന്നാ ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കാണാൻ കൂടി ഭാഗ്യം ഉണ്ടാവുകയെന്ന്. കൂട്ടത്തിൽ നിന്നും തലമുതിർന്ന ഒരു മുത്തശ്ശി അത് പറഞ്ഞു കേൾക്കേണ്ട താമസമേ ഉണ്ടായുള്ളൂ. ആ നിമിഷം തന്നെ എന്തേലും കാരണം പറഞ്ഞ് നയന അവിടെ നിന്നും ഒഴിഞ്ഞുമാറി നിൽക്കാൻ തുടങ്ങി. അതിനിടയിലാണ് ശ്രീകാന്ത് പെട്ടെന്ന് പിറകിലൂടെ വന്ന് പതുക്കെ അവളുടെ അണിവയറിലൊരു നുള്ളു കൊടുത്തുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചത്. പോ ശ്രീ, എന്നോട് ചിണുങ്ങാൻ വരണ്ട. നീ കൂടി സമ്മതിച്ചിട്ടല്ലേ നമുക്കിപ്പോഴൊന്നൊരു കുഞ്ഞിനെ വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചത്. എന്നാൽ നമ്മുടെ കാര്യത്തിൽ നമ്മളെക്കാളൊക്കെ ടെൻഷനും പ്രയാസവും അനുഭവിക്കുന്നത് മറ്റുള്ളവരാണ്. വിവാഹം കഴിഞ്ഞാൽ ഉടനെ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടായാലേ ഇവർക്കൊക്കെ സമാധാനമാവുള്ളൂ. ജീവിതം നമ്മുടേതല്ലേ? നമ്മുടെ ഈ സന്തോഷത്തിനിടയ്ക്കും ജോലിക്കുമിടയിൽ പെട്ടെന്നൊരു കുഞ്ഞുണ്ടായാലുള്ള കാര്യം നീയും ഒന്ന് ഓർത്തോക്കിയേ ശ്രീ. അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അവനോടത് പറയുമ്പോൾ അവളുടെ മൂക്കിൻ തുമ്പിൽ വലിച്ചു പിടിച്ച് അവനൊന്ന് കണ്ണിറുക്കി കാണിച്ചു. ആ, താനിങ്ങനെ മാറി നിൽക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ആരെങ്കിലും എന്തേലും പറഞ്ഞു കാണുമെന്ന്. ഇങ്ങനെയൊരു തീരുമാനമെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് തനിക്കും അറിയാവുന്നതായിരുന്നില്ലേ? പിന്നെന്തിനാ ഇപ്പോൾ ഇങ്ങനൊരു പരിഭവം? അതുമാത്രല്ല, അവരൊക്കെ പ്രായമായവരല്ലേ നയനെ? ഈ പ്രായത്തിൽ അവർക്ക് ആഗ്രഹിക്കാനും പറയാനും ഒക്കെ ഇത്തരം സന്തോഷങ്ങളല്ലാതെ മറ്റെന്താടോ ഉള്ളത്? തൽക്കാലം താനതൊന്നും കാര്യമാക്കാതെ എൻ്റെ കൂടെ വന്നേ. അവൻ നിർബന്ധിച്ച് പിടിച്ചു വലിച്ച് അവളെയും കൂട്ടി വീണ്ടും അവർക്കിടയിലേക്ക് തന്നെ ചെന്നു. 2-3 ആഴ്ചയായി ഒരേ ക്ഷീണവും തളർച്ചയും കാരണം അവൾ 2 ദിവസം ലീവെടുത്ത് വീട്ടിൽ ചടഞ്ഞുകൂടി. വയ്യായ്മ അനുഭവപ്പെട്ടത് തൊട്ട് നയനയ്ക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാനോ ഒന്നിനോടും ഒരു താല്പര്യമോ അവൾക്ക് തോന്നിയില്ല. പതിവിലും വിപരീതമായി തനിക്കിതെന്തു പറ്റിയെന്ന് ചിന്തിക്കുമ്പോഴായിരുന്നു അവൾ വെറുതെ ആ കലണ്ടറിലേക്കൊന്ന് നോട്ടം എത്തിച്ചത്. തൻ്റെ ഡേറ്റെല്ലാം കഴിഞ്ഞ് ഒത്തിരി നാളുകൾ പിന്നിട്ടിരിക്കുന്നു എന്ന സത്യം അവളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് തോന്നിയപ്പോഴാണ് ചങ്കിടിപ്പോടെ തൻ്റെ സംശയം ക്ലിയർ ചെയ്യാൻ അവൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു നോക്കിയത്. നിമിഷങ്ങൾക്കകം താനൊരു അമ്മയാകാൻ പോകുന്നു എന്ന സത്യം അറിഞ്ഞതും അവളുടെ മനസ്സാകെ പരിഭ്രമം കൊണ്ട് വിറച്ചു തുടങ്ങി. ഈശ്വരാ, ശ്രീ ഇതറിഞ്ഞാൽ എന്തു പറയുമെന്ന് എനിക്കൊരു രൂപവുമില്ല. അവൾ ആശങ്കയോടെ നിൽക്കുന്നതിനിടയിലേക്കാണ് വാതിൽ തുറന്നുകൊണ്ട് അവൻ പുഞ്ചിരിച്ച മുഖത്തോടെ അകത്തേക്ക് കയറി വന്നത്. വന്ന പാടെ നയനയുടെ പരിഭ്രമിച്ച മുഖം കണ്ടപ്പോൾ അവനും ആകെ ഒരു വല്ലായ്മ തോന്നി അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താടോ തൻ്റെ മുഖമാകെ വല്ലാണ്ടിരിക്കുന്നത്? ക്ഷീണവും തളർച്ചയും ഇതുവരെ മാറിയില്ലേ? അവളുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് അവൻ അത് ചോദിക്കുമ്പോൾ വിറയലോടെ ആ ടെസ്റ്റ് കിറ്റ് അവൻ്റെ നേർക്കവൾ നീട്ടിപ്പിടിച്ചു അവനെയൊന്ന് നോക്കി. കാര്യത്തിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അവനും ആകെ സ്തംഭിച്ചു പോയി. സാധാരണ ഇങ്ങനെയൊരു സന്തോഷ വാർത്ത കേട്ടാൽ മിക്ക ആണുങ്ങളും ഭാര്യയെ ഒന്ന് എടുത്ത് വട്ടം കറക്കും. അതുമല്ലെങ്കിൽ അവർക്കിഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ താനൊരു അച്ഛനാകാൻ പോകുന്നു എന്ന സത്യം അറിഞ്ഞപ്പോൾ തൊട്ട് താനാകെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു. പരസ്പരം ഒന്നും മിണ്ടാനോ സംസാരിക്കാനോ കഴിയാത്ത ഒരകലം അവർക്കിടയിൽ സംഭവിച്ചതുപോലെയാണ് പിന്നീടുള്ള നാളുകൾ അവർക്ക് തോന്നിയത്. എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു മാനസികാവസ്ഥയിലൂടെ അവർ രണ്ടുപേരും കടന്നു പോകുമ്പോൾ ഒടുവിൽ ആ പ്രശ്നത്തിനൊരു പരിഹാരമായി നയനയും ശ്രീകാന്തും ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു.
അതിനുവേണ്ടി ഓഫീസിൽ നിന്ന് ലീവെല്ലാം എടുത്ത് ശ്രീകാന്ത് നയനയെയും കൂട്ടി സിറ്റി ഹോസ്പിറ്റലിലെ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റിനെ കാണാനായി അവർ അവിടേക്ക് ചെന്നു. ഹോസ്പിറ്റൽ വരാന്തയ്ക്ക് മുമ്പിൽ അപ്പോയിൻമെൻ്റ് എടുത്തുകൊണ്ട് ഡോക്ടറെ കാത്തിരിക്കുന്നതിനിടയിലേക്കാണ് നയനയുടെ തൊട്ടരിയിൽ ഒരു പൂർണ്ണ ഗർഭിണി വന്നിരുന്നത്. നയനയെ കണ്ടയുടൻ അവർ ഒന്ന് പുഞ്ചിരിച്ചു. തിരിച്ച് അവളും യാതൊരു മടിയും കാണിക്കാതെ പുഞ്ചിരി നൽകി. കുറച്ചു സമയത്തിനുള്ളിൽ അവർ പരസ്പരം പേരും നാടും വീട്ടുകാര്യങ്ങളുമെല്ലാം പങ്കുവയ്ക്കാൻ തുടങ്ങി. അതിനിടയിൽ എപ്പോഴോ ആ സ്ത്രീയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്നതും അവർ പറയുന്നതുമെല്ലാം ഒരു കൗതുകത്തോടെ കേട്ടിരിക്കാനും നയനയും അറിയാതെ താല്പര്യത്തോടെ ഇരുന്നു പോയി. 10 വർഷങ്ങൾക്കു ശേഷം കാത്തിരുന്ന് കിട്ടാൻ പോകുന്നതാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞ്. നേരാത്ത വഴിപാടുകളും പ്രാർത്ഥിക്കാത്ത അമ്പലങ്ങളും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക്. പലരും പ്രസവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഏട്ടൻ മാത്രമാണ് എന്നെ എന്നും ചേർത്ത് പിടിക്കുകയായിരുന്നത്. കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമല്ലേ നയനെ? അത് ഈശ്വരന്മാർ നമുക്ക് നൽകാനായി ഒരു സമയവും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വേദനകൾക്കൊടുവിൽ ഞങ്ങൾക്ക് ദൈവം ഇങ്ങനെയൊരു സന്തോഷം നൽകിയത്. ഇപ്പോൾ ആ കുഞ്ഞിന് ഒരു ആപത്തും കൂടാതെ ഞങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു തരണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞുകൂടി കടന്നു വന്നാൽ ഉണ്ടാകുന്ന സന്തോഷം അതെത്രമാത്രം വലുതായിരിക്കും അല്ലേ നയനെ? സംസാരത്തിനിടയിൽ സന്തോഷം അടക്കി പിടിച്ചുകൊണ്ട് ആ സ്ത്രീ അവളോടത് ചോദിച്ചപ്പോൾ തൊണ്ടയിൽ എന്തോ ഒരു സങ്കടം കുരുങ്ങിക്കിടക്കുന്നത് പോലെയാണ് പെട്ടെന്ന് അവൾക്ക് തോന്നിയത്. മറുപടി പറയാനാകാതെ അവൾ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചപ്പോഴേക്കും ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്ന് നയനയെ അകത്തേക്ക് വിളിച്ചു കഴിഞ്ഞിരുന്നു. സുന്ദരമായ പുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന ഡോക്ടറുടെ മുൻപിൽ തല കുനിഞ്ഞവൾ ഇരിക്കുമ്പോൾ ശ്രീകാന്ത് മാത്രമായിരുന്നു കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തത്. അപ്പോഴും നയന മൗനമായിരിക്കുന്നത് കണ്ടപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ആ നിമിഷം തന്നെ ശ്രീകാന്തിൻ്റെ തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഡോക്ടർ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും നയന ഒന്നിനു പ്രതികരിക്കാതെ മൂടിക്കെട്ടിയ മനസ്സുമായി അവർക്ക് മുൻപിൽ തന്നെ ഇരുന്നു. ഒടുവിൽ ഒന്നുകൂടി ആലോചിച്ച് നിങ്ങളൊരു തീരുമാനമെടുക്കൂ എന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ശ്രീകാന്ത് അവളെയും കൂട്ടി പുറത്തേക്കിറങ്ങി. വരാന്തയിലൂടെ അവളെയും കൂട്ടിക്കൊണ്ട് ശ്രീകാന്ത് പതിയെ നടന്നു പോകുന്നതിനിടയിലാണ് ലേബർ റൂമിൽ നിന്നും ഒരു നഴ്സ് കൈക്കുഞ്ഞുമായി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവൾ കണ്ടത്. വെളുത്ത തുണി ചുവന്നു തുടുത്ത ഒരു കുരുന്നിനെ ചുറ്റിപ്പിടിച്ചവർ നിൽക്കുമ്പോഴേക്കും ആ കുഞ്ഞിനെ കാണാനുള്ള കൊതിയോടെ ഓടിയെത്തുന്നവരുടെ മുഖത്തെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം അവൾ ആശ്ചര്യത്തോടെ നോക്കി കാണുകയായിരുന്നു അന്നേരം. അതിനിടയിൽ പെട്ടെന്ന് അവളുടെ തോളിൽ ശ്രീകാന്ത് വന്ന് തൊട്ടപ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകുന്നത് അവനും കാണുന്നുണ്ടായിരുന്നു. അവളെയും ചേർത്ത് പിടിച്ചവൻ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. അവിടുത്തെ ഒരു ബെഞ്ചിൽ അവളെ പിടിച്ചിരുത്തിയപ്പോൾ നയൻ അവൻ്റെ തോളിലേക്ക് ക്ഷീണത്തോടെ തല ചായ്ച്ചു കിടന്നുപോയി. ശ്രീ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് എന്നോട് ദേഷ്യം തോന്നുമോ? ദേഷ്യമോ? എന്തിന്? താൻ പറയുന്ന ഏത് കാര്യത്തിനാടോ ഞാൻ ഇതുവരെ തന്നോട് ദേഷ്യപ്പെട്ടിട്ടുള്ളത്? അതെനിക്കറിയാം ശ്രീ, എന്നാലും. അവൾ അവൻ്റെ തോളിൽ തലചായ്ച്ച് കിടന്നുകൊണ്ട് പറയാൻ മടിക്കുന്നത് കണ്ടപ്പോൾ ശ്രീകാന്ത് അവളുടെ കൈകളെ മുറുകെ ചേർത്ത് പിടിച്ചു. പരസ്പരം മനസ്സിലാക്കിയും സ്നേഹിച്ചും വിവാഹം കഴിച്ചവരല്ലേ നമ്മൾ. അങ്ങനെയുള്ളപ്പോൾ തനിക്ക് എന്നോട് സംസാരിക്കാൻ എന്തിനാടോ ഇത്രയും മുഖവുര? അറിയില്ല ശ്രീ, മനസ്സിലെന്തോ ഒരു ഭാരം കിടക്കുന്നത് പോലെ തോന്നാം ഇപ്പോൾ. നമ്മുടെ രണ്ടുപേരുടെ രക്തത്തിൽ പിറക്കാൻ പോകുന്ന നമ്മുടെ സ്വന്തം കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ നമുക്കാവോ ശ്രീ? അവളുടെ ചോദ്യത്തിൽ ഒരു നിമിഷം അവനും മൗനം പാലിച്ചപ്പോൾ അവൾ തല ഉയർത്തി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. വേണ്ട ശ്രീ, ആ പാപം നമുക്ക് ചെയ്യണ്ട. കുഞ്ഞുങ്ങളില്ലാതെ ഒരുപാട് പേരിവിടെ വേദനയോടെ കഴിയുമ്പോൾ നമുക്കായി ഈശ്വരൻ അനുഗ്രഹിച്ചു തന്നത് നഷ്ടപ്പെടുത്താൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല ശ്രീ. വിളറിയ മുഖത്തെ ക്ഷീണമെല്ലാം മാറ്റി നിർത്തി പെട്ടെന്ന് അവൾ ആവേശത്തോടെ അത് പറയുന്നത് കേട്ടപ്പോൾ ശ്രീകാന്ത് അവളെ ഒന്ന് കണ്ണെടുക്കാതെ നോക്കി. ഇപ്പോഴാ താൻ ശരിക്കും ഒരു അമ്മയായത്. മനസാക്ഷിയുള്ള ഒരു സ്ത്രീക്കും തൻ്റെ സ്വന്തം കുഞ്ഞിനെ നശിപ്പിക്കാനും വേണ്ടെന്ന് വെക്കാനും തോന്നില്ല നയനെ. തൻ്റെ നാവിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു വാക്ക് കേൾക്കാൻ വേണ്ടിയാ ഞാനും ഇത്രയും സമയം കാത്തിരുന്നത്. അല്ലാതെ എൻ്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാനുള്ള ക്രൂരമായ ചങ്കുറപ്പൊന്നും എനിക്കുമില്ലടോ. അവനത് പറഞ്ഞു തീർന്നതും നിറക്കണ്ണുകളോടെ അവളും അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. തൻ്റെ മനസ്സിൽ ഇത്രയും നേരം മൂടിക്കെട്ടിയ ഭാരത്തെയെല്ലാം ഇറക്കി വച്ച ആശ്വാസത്തോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് സ്നേഹത്തോടെ മുഖം പൂഴ്ത്തി വയ്ക്കുമ്പോൾ അവളുടെ വലതുകൈ അറിയാതെ ആ വയറിന് മുകളിലൊന്ന് പതിയെ തടവി.